ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ ആദ്യം തന്നെ രതീഷിനെയും വേലുവിനെയും കാണിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കിരണിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കാറില് ഗംഗപ്രസാദിന്റെ ബോഡിയുമായിട്ട്. അങ്ങനെ അതിനുശേഷം അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ സാറ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് രതീഷിനോട്. അപ്പോൾ വേലു ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ചുറ്റിലും ആരെയും കാണാനില്ല, എന്തായാലും നമുക്ക് അപ്പുറത്ത് പോയിട്ട് ആദ്യം തന്നെ കുഴി വെട്ടണം, അതിനുശേഷം ഇവനെ പുറത്തിറക്കിയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രതീഷ് പറയാണ്, ഞാൻ എന്തായാലും ആ ഗേറ്റ് ഒന്ന് അടച്ചിട്ട് വരട്ടെ വേലു എന്ന് പറഞ്ഞിട്ട് രതീഷ് ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ വേലു പറയുന്നുണ്ട്, ഇവനെ ഇറക്കിയതിന് ശേഷം ഇവനെ തുണ്ടമായിട്ട് വെട്ടി നുറുക്കിയിട്ട് വേണം അതിൻ്റെ അകത്തിട്ട് മൂടാനായിട്ട് ആ കുഴിയിൽ എന്ന് പറയാണ്. എന്തിനാ വേലു അങ്ങനെ ചെയ്യുന്നത്? അവൻ എന്തായാലും മരിച്ചു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവൻ്റെ ആത്മാവിനോടുള്ള ഇത് നമ്മളങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ രതീഷ് നമ്മുടെ വേലുവിനോട് പറയുകയാണ്. അതേ സമയത്താണെങ്കിൽ ഈ പറയുന്ന ഇവരെയാണ് കാണിക്കുന്നത്, അതായത് പ്രകാശനും കല്യാണിയും അവരൊക്കെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക്. അങ്ങനെ അവരവിടെ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എൻ്റെ മോളെ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് ടെൻഷനായിരുന്നു എന്ന് പ്രകാശൻ പറയുന്നുണ്ട്. അപ്പം അല്ല മോളെ, കിരൺ മോൻ ഇവർ രതീഷിനെയും വേലുവിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയാണ്, അറിയില്ല അമ്മേ, ഞാൻ ഇത് അന്വേഷിച്ചതാണ്, എനിക്ക് തോന്നുന്നത് ഗംഗപ്രസാദ് ഇടയ്ക്ക് വന്നെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ പുറകെ പോയതായിരിക്കും. ഒരു പക്ഷേ മോളൊക്കെ പോയ വഴിയിൽ എന്തെങ്കിലും അപകടം മണത്തിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും അവർ നേരത്തെ തന്നെ പോയത് എന്നിങ്ങനെ പ്രകാശം പറയുകയാണ്. അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ടായിരിക്കും മോള് എന്നിങ്ങനെ ചോദിക്കുകയാണ് അമ്മൂമ്മ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇല്ല അമ്മൂമ്മ, അവിടെ ഇപ്പം എത്താൻ സാധ്യത കുറവാണെന്ന് പറയുന്നുണ്ട്, എത്തിയിട്ടുണ്ടാവില്ല, എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം, അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ എന്നിങ്ങനെ പ്രകാശം പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം അവരങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അമ്മൂമ്മയാണെങ്കിൽ ശാന്തേച്ചിയോട് പറയുന്നുണ്ട്, ശാന്തേ ഒരു ചായ ഇങ്ങെടുത്തേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവള് പറയുകയാണ്, കാദംബരി പറയുന്നുണ്ട്, ഈ ഉച്ചയ്ക്കോ ചായ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് മോളെ, ഇന്നലെ ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര തലവേദന എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ സമയത്ത് കാദംബരി പറയുന്നത്, നാം മോരും വെള്ളം എടുക്കാമെന്ന് പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, ചായയല്ലേ ചോദിച്ചത്, അപ്പം ചായ കൊടുക്ക് എന്ന് പറയുകയാണ്. അപ്പം ശരി, അപ്പം ശാന്തേച്ചി ചോദിക്കുന്നുണ്ട്, ചായ വേണോ കട്ടൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ ചായ മതി എന്ന് പറയുകയാണ്. അപ്പോൾ കാദംബരിയും ശാന്തേച്ചിയും കൂടി അടുക്കളയിലേക്ക് പോവുകയാണ്. അതേസമയം അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, വേലുവും അമലും എപ്പോഴാണ് തിരികെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയാണ്, അവരെ പോകണം, എന്തായാലും അതിനു മുമ്പ് ഞാനും കിരണേട്ടനും കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അതിനുശേഷം അവരെ പറഞ്ഞയക്കുള്ളൂ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് കയറി പോവുകയാണ് കല്യാണി. അങ്ങനെ ലക്ഷ്മി അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മൂമ്മ പ്രകാശനോട് പറയാണ്, മോനെ, നമ്മൾ കല്യാണിയോട് ദേഷ്യമുണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിനക്ക് തല ചായ്ക്കാൻ ഒരിടം പോലും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, അങ്ങനെയൊന്നും ചെയ്യാഞ്ഞത് എത്രയോ ഭാഗ്യമായി. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഗംഗപ്രസാദിനെ പേടിക്കണം, തന്നെയല്ല ഒരുത്തൻ ജയിലിൽ കിടക്കുന്നില്ല, അവനെയും പേടിക്കണം എന്നിങ്ങനെ പറയുകയാണ് ലക്ഷ്മി അമ്മ. അവനെ അത്രയ്ക്ക് വഷളാക്കിയത് ഞാൻ തന്നെയാണ്, ഞാനും അമ്മയും കൂടിയിട്ട് എന്നൊക്കെ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ പറയുന്നുണ്ട്. അവനെ ഞാൻ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ അവൻ അതൊന്നും മനസ്സിലായില്ല. ലക്ഷ്മി, എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ പെൺമക്കൾ ഇപ്പം എന്നെ സ്നേഹിച്ച് നിൽക്കുന്നില്ല, അതുപോലെ എൻ്റെ മോനും എൻ്റെ കൂടെ നിൽക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്ന് പറയാണ്. എന്തായാലും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ പെൺമക്കൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പോലും എനിക്കും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഈ പറയുന്ന വേലുവിനെയും അതുപോലെ രതീഷിനെയും കാണിക്കുകയാണ്. അപ്പോൾ അവർ വലിയൊരു കുഴിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരും സഹകരിച്ച് കുഴിയൊക്കെ വെട്ടുന്നുണ്ട്. അങ്ങനെ വലിയൊരു കുഴി തന്നെയാണ് വെട്ടിയെടുക്കുന്നത്. അതിനുശേഷം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് ആ ബോഡി എടുത്തുകൊണ്ട് വരാല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് കിരൺ എത്തുകയാണ്. കിരൺ ഒരു തെങ്ങും തൈയുമായിട്ടാണ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ സാറേ, കുഴി എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇനി എന്തായാലും അവനെ ബോഡി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണമെന്ന് കിരൺ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതെ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വേഷം ഒന്ന് മാറിയിട്ട് വരാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവർ 3 പേരും കൂടിയിട്ടാണ് കാറിൽ നിന്ന്
പുറത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ബോഡി പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവരോട് രണ്ടുപേരോടും ആ കുഴിയിലേക്ക് കൊണ്ടുവന്നിടാനും അതുപോലെ കിരൺ അവിടെ ഒന്നും കൂടി നല്ലോണം നിരീക്ഷിക്കുന്നുണ്ട്, ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവൻ ഡ്രസ്സും മാറിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഒരു ബനിയനും ഒരു മുണ്ടും എടുത്തിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അവിടേക്ക് ആ ബോഡി ആ കുഴിയിലേക്ക് ആ പായോട് കൂടി തന്നെയാണ് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, സാറേ ദേ കുഴിയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മണ്ണ് വെട്ടിയിടടാ അവൻ്റെ ദേഹത്തേക്ക് എന്ന് പറയുകയാണ്, കുഴി മൂടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അതുപോലെ ചെയ്യുകയാണ്. അപ്പോഴേക്കും ഒരു തെങ്ങും തൈയുമായി വരികയുന്നുണ്ട്. അപ്പോൾ ആ തെങ്ങും തൈ ഇതിൽ വെച്ച് ചെയ്യണമെന്നും പറയുകയാണ്. അപ്പോൾ അത് ചെയ്യാം സാറേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ പറയാണ്, എന്നാലും അവൻ മണത്തറിഞ്ഞിട്ടാണ്, കല്യാണം മണത്തറിഞ്ഞിട്ടാണ് അവിടേക്ക് എത്തിയത്. എൻ്റെ കണ്ണിൽ അവനെ പെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം എത്ര മരണങ്ങൾ ഉണ്ടായേനെ എന്നൊക്കെ പറയുമ്പോൾ വേല് പറയുന്നു, അതൊന്നും പറയില്ല സാറേ, ആലോചിക്കാനും കൂടി വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ്. കാർത്തിക അവരിങ്ങനെ വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ദിലീപിൻ്റെ അമ്മ പറയണം, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ പ്രകാശനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദിലീപ് പറയാണ്, നിൻ്റെ അച്ഛന് നീ പോകുന്ന സമയത്ത് സങ്കടപ്പെട്ടെങ്കിലും ഏറ്റവും കൂടുതൽ കല്യാണം നടന്നിട്ട് സന്തോഷിക്കുന്നത് നിൻ്റെ അച്ഛൻ തന്നെയാണെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവള് പറയാണ്, കാർത്തിക പറയുന്നുണ്ട്, അത് ശരിയാണ്, എൻ്റെ കല്യാണം മുടങ്ങിയെന്നറിയപ്പോൾ എൻ്റെ അച്ഛൻ ICUവിലായതാണ്, ഇപ്പോൾ എൻ്റെ അച്ഛന് വലിയ സന്തോഷം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് ശരിയാണ് അപ്പോൾ കല്യാണിയുടെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കല്യാണം നടത്തണമെന്ന്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെയും ആഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് കേൾക്കാഞ്ഞത്. പിന്നെ അവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല കല്യാണം കഴിഞ്ഞത്, നാളെ എന്തായാലും ഇതിനെക്കുറിച്ച് അറിയും എന്നൊക്കെ. അപ്പോൾ അവന് മനസ്സിലാക്കട്ടെ, അവൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അമ്മ നിലവിളക്കുമായിട്ട് വരികയാണ്. അപ്പോൾ ദേ നിലവിളക്കമായി അമ്മ വന്നു എന്ന് കൂട്ടുകാർ പറയുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാർത്തിക അമ്മയുടെ കാല് തൊട്ട് വന്നിക്കുകയും അതുപോലെ വിളക്ക് വാങ്ങിയിട്ട് രണ്ടുപേരും അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പൂജാമുറിയിൽ വെച്ചിട്ട് ഈ പറയുന്ന ദിലീപ് പറയണേ, എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ഇവിടെ വന്നിട്ടാണ് പ്രാർത്ഥിക്കാറും, ഈ ദൈവം എനിക്ക് ഈ ഭഗവാൻ എനിക്ക് അതും നേടി തന്നിട്ടുണ്ട് എന്ന്. നിന്നെ അടക്കം നിന്നെ എനിക്കിതുപോലെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിന്നെ അടക്കം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. തിരക്കുണ്ടെന്നറിയാം, എങ്കിലും ദിവസേന തിരി കൊളുത്തണം എന്ന് പറയുമ്പം എൻ്റെ തിരക്കുകളൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കൂട്ടുകാർ അമ്മയോട് പുറത്തു നിന്ന് പറയുന്നുണ്ട്, മരുമകൾ എന്തായാലും വന്നല്ലോ, അമ്മയ്ക്ക് സന്തോഷമായല്ലോ, ഇനി തുടങ്ങിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിമ്മ പോരെ എന്നിങ്ങനെ പറയുകയാണ്. അതെ, ഞാൻ എൻ്റെ മകളെ കൊണ്ടുവന്നത് അമ്മായിമ്മ പോലെ എടുക്കാനാണ്, ഞാൻ അങ്ങനെ ഒരു അമ്മായിമ്മയുമല്ല, എനിക്ക് എൻ്റെ മോള് ഒരു കൂട്ടായിട്ട് വേണം, അത്രയേ ഉള്ളൂ, എനിക്കൊരു സഹായത്തിനും കൂടിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഈ പറയുന്ന ഗംഗപ്രസാദിനെ കുഴിച്ചിടുകയും അതുപോലെ തന്നെ അവിടെ ഒരു തെങ്ങും തൈ വെച്ചിട്ട് അതിങ്ങനെ വേല് തന്നെ അത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വേല് പറയാണ്, ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാലും അത് തഴച്ച് വളരാറുണ്ട്, പക്ഷേ ഇവൻ്റെ ഈ ശരീരം ചീഞ്ഞളിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ വിഷമാണ് അവൻ്റെ ശരീരം മുഴുവൻ, ഇത് വളരുമെന്ന് ആർക്കറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ രതീഷ് പറയുന്നുണ്ട്, ഏത് വളമായാലും വിഷമുണ്ടടാ, അത് വളർന്നോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം അവർ കുഴിച്ചു മൂടി കുറേ കരിയിലയും പുല്ലും ഒക്കെ അവിടെ വീണ്ടും വെതറിയതിനു ശേഷം അവർ അവിടെ നിന്നും പോകുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും കൈയും കാലം കഴുകി കുളിച്ചിട്ട് എന്തായാലും അവരുടെ അരികിലേക്ക് പോകാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.